നമസ്കാരം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരസിച്ചുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പകരം ഇറാനുമായി ഒരു പുതിയ കരാർ പിന്തുടരാൻ ട്രംപ് തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. 2024 മെയ് തുടക്കത്തിൽ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള പദ്ധതികൾ ഇസ്രായേൽ തയ്യാറാക്കിയിരുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആണവായുധം വികസിപ്പിക്കുന്നതിനുള്ള ഇറാന്റെ നടപടികൾ ഒരു വർഷമോ അതിൽ കൂടുതലോ വൈകിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇസ്രായേൽ ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നത് എന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. വ്യോമാക്രമണങ്ങളുടെയും കമാൻഡോ റെയ്ഡുകളുടെയും പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ഇറാനെതിരെ ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വിപുലമായ ഒരു ബോംബിംഗ് ക്യാമ്പയിൻ നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്ക ഇസ്രായേലിന്റെ പ്രവർത്തനത്തിന് പച്ചക്കൊടി കാട്ടുക മാത്രമല്ല, അതിനെ സജീവമായി പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇതിനിടെ വൈറ്റ് ഹൗസിൽ ഭരണകൂടത്തിലെ ചില ഉന്നതരുമായി കൂടിക്കാഴ്ചയിൽ ട്രംപ് ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിക്ക് അനുമതി നൽകിയില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത, ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറായ തുളസി ഗബാർഡ് എന്നിവർ ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഇറാനുമായി വിശാലമായ സംഘർഷത്തിന് കാരണമാകുമെന്ന് ആശങ്ക ഉന്നയിച്ചിരുന്നു. ഉന്നത ഭരണ സമിതി അംഗങ്ങളിൽ ഇവർ പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ ഇറാനും ഇസ്രായേലും പരസ്പരം ആക്രമണം നടത്തി. ഇത് മധ്യേഷ്യൻ മേഖലയിലെ പ്രധാന എതിരാളികൾ തമ്മിലുള്ള ഏറ്റവും നാടകീയമായ സംഘർഷാവസ്ഥയെ അടയാളപ്പെടുത്തി. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള 2015 ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള കരാർ ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് അവഗണിച്ചു. ഇറാൻ കരാർ രഹസ്യമായി ലംഘിച്ചുവെന്ന ട്രംപ് ആരോപിക്കുകയും ചെയ്തു. തുടർന്ന് ഇറാനെതിരെ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയായിരുന്നു. എന്നാൽ കരാർ ഇറാൻ സ്വയം പിൻവലിച്ചുകൊണ്ടും യുറേനിയം സമ്പുഷ്ടീകരണം ത്വരിതപ്പെടുത്തിക്കൊണ്ടുമൊക്കെയാണ് പ്രതികരിച്ചത്. അതേസമയം ഇറാൻ ഒരു സമവായ കരാറിലെത്തിയില്ല എങ്കിൽ ഇറാനെ ബോംബിടുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് പ്രതിജ്ഞയെടുക്കുകയായിരുന്നു. ഇതിനിടെ അമേരിക്കയും ഇറാനും ശനിയാഴ്ച ഒമാനിൽ ആദ്യ റൗണ്ട് ചർച്ചകൾ നടത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇറാനെ ഭയന്നാണ് ഇപ്പോൾ ട്രംപ് ഇത്തരത്തിൽ നടപടികൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. കാരണം ഇറാൻ ഇറങ്ങിത്തിരിച്ചാൽ അമേരിക്ക ചെറുതായിട്ടൊന്നുമല്ല മുട്ടുമടക്കേണ്ടത്. കാരണം വലിയ ആയുധങ്ങളും ആണവായുധ ശേഖരങ്ങളുമുള്ള ഇറാൻ അമേരിക്കയ്ക്കെതിരെ ഇറങ്ങി തിരിച്ചാൽ അതത്ര എളുപ്പമായിരിക്കില്ല. അമേരിക്കയുടെ ഭാവി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുമെന്ന് ട്രംപിന് നന്നേ അറിയാം. മാത്രമല്ല, പാശ്ചാത്യ ശക്തികളുടെ ഒരു പിന്തുണയും ഇറാനൊപ്പമുണ്ട്. റഷ്യ, ഉത്തര കൊറിയ, മറ്റ് ശക്തികൾ, ചൈന എന്നിവരുടെ എല്ലാം സഹായം ഇപ്പോൾ ഇറാന് മേലുണ്ട്. അമേരിക്ക ഏതെങ്കിലും തരത്തിലൊന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ ഇറാനിൽ നിന്ന് കടുത്ത പ്രഹരമായിരിക്കും ഏൽക്കാൻ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇറാനെ തഴുകിക്കൊണ്ടുള്ള അമേരിക്കയുടെ തീരുമാനങ്ങൾ വരുന്നതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്.